ഇസ്ലാം എന്താണെന്ന് അറിയാത്ത തുടക്കക്കാർക്ക് വേണ്ടി, ഒരു ബിഗിനേഴ്സിന് വേണ്ടി നമുക്കൊരു ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഒരു PDF ഫയലാണ്. സവറിന് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഉണ്ടോ? ഒരു ഇതുണ്ടോ? ടാബൊക്കെ ഉണ്ടോ? കേൾക്കാമോ സഹോദരാ? കേട്ടില്ല, ഫസ്റ്റ് കേട്ടില്ലായിരുന്നു. കമ്പ്യൂട്ടറോ ടാബോ കയ്യിലുണ്ടോ? ലാപ്ടോപ്പോ ഉണ്ട് 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 ഉണ്ട്. അത് ലാബും ഉണ്ട്, രണ്ടും ഞാൻ ഉണ്ട്. ഇപ്പോൾ രണ്ടുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പോൾ താഴെ ഇട്ടിരിക്കുന്ന ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കണേ. കമ്പ്യൂട്ടർ കാണുന്നത് കുറച്ചുകൂടി നല്ലത്. മൊബൈലിലും കാണാൻ പറ്റും. കിട്ടിയ ലിങ്ക് കിട്ടിയായിരുന്നോ? ദ റിയാലിറ്റി ഓഫ് ഇസ്ലാം. ഏറ്റവും താഴെ ഇട്ടിരിക്കുന്ന ആ ലിങ്കാണ്. കണ്ടു കണ്ടു, കോപ്പി ചെയ്തു. ആ ലിങ്ക് കോപ്പി എടുക്കണേ. എന്നിട്ട് അത് കമ്പ്യൂട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓപ്പൺ ലിങ്കാണ് കേട്ടോ, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരു ഇസ്ലാമിനെ പറ്റി ഒന്ന് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. നല്ലൊരു ഇൻഫർമേഷൻ. താങ്കൾക്ക് ഒരു 2-3 മണിക്കൂർ മെനക്കെടാമെങ്കിൽ എന്താണ് ഇസ്ലാം എന്നും നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടും. ഒരു ആൾക്കാർ കാര്യം സംസാരിക്കാനും അത്യാവശ്യം റെഫറൻസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബേസ് എന്നുള്ളേ ഉള്ളൂ കേട്ടോ. ഇസ്ലാം തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അത് ദയവായിട്ട് ഒന്ന് കാണുക. മറ്റാൾക്കാർ ഷെയർ ചെയ്യുക കേട്ടോ. നല്ല ഇൻഫർമേഷനാണ്. താങ്കൾക്ക് ഇതിനെപ്പറ്റി നല്ല ഒരു ഐഡിയ കിട്ടും. എന്താ ഇസ്ലാം എന്നുള്ളത് ചെറിയൊരു ഐഡിയ കിട്ടും വായിക്കുമ്പോഴത്തേന്. ഇംഗ്ലീഷ് മലയാളം ആദ്യം ഇംഗ്ലീഷാണ്. നല്ല ഇൻഫർമേഷൻ. അത് പിക്ചർ ആകട്ടോ. എല്ലാം പിക്ചർ ആയതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് നോക്കി വായിക്കാൻ മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും വായിക്കാൻ, കാണാനായിട്ടൊക്കെ. എല്ലാം പിക്ചറാ, കളർ പിക്ചേഴ്സ്. ഒരു സെക്കൻഡ്. അതായത് നമ്മുടെ പള്ളിപ്പുറം, അതായത് ആരപ്പം ആളിവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ, മേളിൽ വന്നിട്ടുണ്ട്. ഉണ്ട്. അതായത് നമസ്കാരം എന്റെ ഇസ്മായിൽ കൂട്ടുകാരാ, നമസ്കാരം. അല്ലല്ല, ഒരു സെക്കൻഡ്, ജ്യൂസിന്റെ കാര്യം മറന്നുകൊണ്ട. അപ്പൊ എന്നെ കയ്യെ കിട്ടിയാൽ എന്താക്കും എന്നുള്ളത്. അടുത്തത് ഞാൻ ലിങ്ക് ഇവിടെ ഇട്ടിരിക്കുന്നു. പച്ച വെളിച്ചമുണ്ടെന്ന് പറഞ്ഞതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഇതായിട്ടിരിക്കുന്നത് ലിങ്ക്. നിങ്ങൾക്ക് കയറി നോക്കാം, ആർക്ക് വേണമെങ്കിലും. ഓക്കെ, ഇനി സംസാരിച്ചല്ലോ റിയൽ ബ്രദറെ. അച്ചംബ്രോ പറഞ്ഞോളൂ. ഈ ഇസ്മായിൽ സഹോദരനോട് ഒരു 1-2 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ? അയ്യോ, ഞാൻ അച്ചുകുഞ്ഞിന് മറുപടി എടുക്കാൻ വേണ്ടി വന്നതാ. എന്റെ ഒരു കമന്റിന് സംശയം പ്രകടിപ്പിച്ചു. അല്ല, എന്നെ കയ്യിൽ കിട്ടിയ ജ്യൂസ് ആക്കുന്ന പലരും ഉണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ജ്യൂസ് ആക്കുകയോ കുടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ചിലപ്പോൾ എന്റെ ശരീരം നിങ്ങൾക്ക് ജ്യൂസായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതല്ല, നിങ്ങൾക്ക് ജ്യൂസ് ആക്കാൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു മണ്ണ് പോലും നുള്ളിയിടാൻ ഒക്കത്തില്ല. ദൈവം പറഞ്ഞു, നിന്റെ മുടികളെല്ലാം ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നെ അറിയാത്ത ദൈവമല്ല. ഞാൻ അത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. കത്തോലിക്ക ബ്രദറെ, റിയൽ ബ്രദറെ ഇനി സംസാരിക്കുന്നുണ്ടോ? റിയൽ ബ്രദറെ, ഇത് കഴിഞ്ഞു, ഞാൻ പറയാൻ വേണ്ടി വന്നതാ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ. കത്തോലിക്ക ബ്രദറെ സംസാരിച്ചോളൂ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇന്നലെ നമ്മുടെ നേതാക്കന്മാർ, HOD-മാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇസ്മായിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് അന്നേരം ഇടയ്ക്ക് കയറി ചോദിച്ചാൽ നമ്മൾ വഷളാവും. അതായത്, ഒന്നാമത്തെ കാര്യം, ഈ ഇസ്ലാം മതം ഷെമിറ്റിക് മതമാണെന്ന് ഇസ്മായിൽ പറയണ്ടായി. അവിടെ ഇന്നലെ പറഞ്ഞതാ. അപ്പൊ ഈ സെമിറ്റിക് മതത്തിന്റെ ഉത്ഭവം കൊടുന്ന ഇസ്മായിലി, അതാ ചോദ്യം. ഖുറാനിൽ നിന്ന് പറയണേ, ഖുറാനിൽ നിന്നാണ് താങ്കൾ പറയേണ്ടത്. സെമിറ്റിക് മതത്തിന്റെ ഉത്ഭവം കൊടുന്നതാണ്, അതാണ് ചോദ്യം. പറയാമോ? ഇല്ല, എനിക്കറിയില്ല. അല്ല, അത് അറിയാതെ വന്നാൽ ശരിയാകല്ലോ. ഇസ്ലാം മതത്തിന്റെ, അതായത് സെമിറ്റിക് മതത്തിന്റെ ഉറവിടം ഖുറാനിൽ നിന്നാണെന്ന്, ഉറവിടത്തെ പറ്റി അതിൽ ഇസ്ലാം മതത്തിൽ പെടുമെന്നാണ് താങ്കൾ ഇന്നലെ പറഞ്ഞത്. അപ്പൊ അത് അറിയാതെ എങ്ങനെ പറയുന്നത്? താങ്കൾ പറഞ്ഞത് ഇസ്ലാം സെമിറ്റിക് മതമല്ല. കത്തൽപത്ര അതൊക്കെ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, പെരിയാർ നദിയെ കുറിച്ച് എനിക്കറിയാം. അപ്പൊ എന്നോട് ചോദിക്കാണ് പെരിയാറിന്റെ ഉത്ഭവം ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പൊ പറയട്ടെ. അതായത് ഒന്നിനെ കുറിച്ച് അതിന്റെ ഉത്ഭവം അറിയൽ നിർബന്ധമുണ്ടോ? ഒന്നിനെ കുറിച്ച് അറിയാൻ? തീർച്ചയായിട്ടും. ഒരു സെക്കൻഡ്. കത്തോലിക്ക ബ്രദറെ, അതായത് കത്തോലിക്ക ബ്രദറെ എടുക്കുന്നുണ്ട് വെളിവില്ലാഹി. നമുക്ക് കണ്ടത് റൈറ്റിംഗ് ചെയ്യുക, പറയുകയോ ചെയ്തിട്ട് ഇപ്പൊ അറിയത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ എന്താണ് കണക്കൂട്ടേണ്ടത്? കത്തോലിക്ക ബ്രദറെ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞാൻ അതിനെപ്പറ്റി പറയാനാണ് വന്നത്.
അപ്പൊ ഈ ഇസ്മായിൽ ബ്രദറിനോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ വിളിക്കുന്ന അള്ളാഹുവിനെ വിളിക്കുന്നത് വെളിവില്ലാഹി എന്നാണ്. കാരണം ഇപ്പൊ സെമിറ്റിക് മതത്തിന്റെ ഉത്ഭവം എവിടുന്നാന്ന് ചോദിച്ചാൽ ഖുറാനിൽ എന്ന് പറയാൻ പറഞ്ഞ ഇസ്മായിലിന്റെ മുട്ട മൂത്തിട്ടില്ല അതിന്. കാരണം അങ്ങനെ ഒരു സംഭവം ഖുറാനിലില്ല. ഖുറാനിൽ നിന്ന് സെമിറ്റിക് മതത്തിന്റെ ഉത്ഭവം എവിടുന്നത് പറയാൻ പറ്റില്ല. ഈ ഖുറാന്റെ 10:37 ഒന്ന് വായിച്ചേൽപ്പിക്കാവോ ഇസ്മായിൽ ഭായി? അല്ല വേണ്ട, എന്നാ താങ്കൾ പറയും സെമിറ്റിക് ഞാൻ മതത്തിന്റെ വായിക്കാം, ഉത്ഭവം ഇവിടെ ബൈബിളിൽ നിന്ന് പറയും. വെല്ലുവിളിക്കുന്നു ഞാൻ അല്ല വായിക്കാം. 10ന്റെ ബൈബിള് അത് അല്ല പറഞ്ഞുതരാം. വേണ്ട 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 10ന്റെ വേണ്ട, എന്നെ വെല്ലുവിളിച്ചല്ലോ, തിരിച്ചു വെല്ലുവിളിക്കുക. ഞാൻ സെമിറ്റിക് മതത്തിന്റെ സഹോദരൻ അതൊരു സെമിറ്റിക് ശരിയല്ലല്ലോ. കത്തോലിക്ക വേറെ കത്തോലിക്കല്ലേ കാര്യം പറയണൊക്കെ. അതായത് എന്റെ സെമിറ്റിക് കൂട്ടുകാരൻ ഞാൻ മതത്തിന്റെ ഉത്ഭവം വായിക്കട്ടെ. എവിടെയാണ് എന്നെ ചർച്ചയില്ലോ. ഞാൻ ചോദിക്കാം, സെമിറ്റിക് മതത്തിന്റെ ഉത്ഭവം എവിടെ നിന്നത് ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ? താങ്കൾ ഉത്തരം പറയും. ഞാൻ ഒന്ന് വായിക്കട്ടെ, ഞാൻ ചോദിച്ചത് ഒന്ന് അല്ല, വായിക്കട്ടെ പ്ലീസ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് വായിക്കട്ടെ. തിരിച്ചു ചോദിക്കുന്ന ഒരു വിധമാണോ അല്ല എനിക്ക് ഇസ്മായിലെ? ഉത്തരം ഇല്ലല്ലോ, ഞാൻ പറഞ്ഞു എനിക്ക് അല്ല, ഉത്തരവില്ല. എന്നാൽ താങ്കൾക്ക് നിങ്ങളുടെ ഉത്തരവില്ല, താങ്കൾ വേദത്തിലുണ്ടോ പോയി ഇല്ലയോ? പഠിക്കൂ. താങ്കൾക്ക് ഉത്തരവില്ല, താങ്കൾ പോയി പഠിക്കൂ. ഖുറാനിന്റെ ഉസ്താദുമാരെ കണ്ടു പിന്നെ പഠിക്കൂ. അല്ല, ഈ താങ്കൾ സെമിറ്റിക് ബൈബിളിൽ ഞാൻ നിന്ന് താങ്കൾ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, വായിക്കട്ടെ, ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ട്. സെമിറ്റിക് ഞാൻ മതത്തിന്റെ വായിക്കട്ടെ. ഉത്ഭവം എവിടെയാണ് എന്ന് ബൈബിളിലുണ്ടോ? താങ്കളെ ബൈ- ചലഞ്ച് ചെയ്ത് ചോദിക്കുക, ഉത്തരം പറയാൻ കഴിയോ ബൈ- താങ്കൾക്ക്? ബൈബിളിലുണ്ട്. അത് 10ന്റെ സമയത്ത് പറഞ്ഞു തരാം. ഇപ്പൊ വേണ്ട വേണ്ട പറയുന്നില്ല. വേണ്ട, ഇപ്പൊ പറഞ്ഞു ആ ഇപ്പൊ പറഞ്ഞു. 10:37 ഞാൻ ഇപ്പൊ വായിക്കട്ടെ. പറയുന്നില്ല. മുങ്ങണ്ട, 10ന്റെ ഉത്തരമായിട്ട് 37 പോയാൽ മതി. ഇസ്മായിലെ 10:37 വായിക്കട്ടെ. 10:37 വായിക്കും. 10:30 എനിക്ക് വായിച്ചേ വായിക്കും. ഒക്കത്തുള്ളൂ. ആ ആ അതെ, വായിക്കും. അത് പറ. ഓക്കെ. 10:30 വായിക്കും. വായിക്കാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വായിക്കാൻ കഴിയുന്നത് എങ്ങനെ? വായിക്കും. അതായത് യൂനിസ് എഴുതിയത്, അള്ളാഹുവിന് പുറമെ മറ്റാരാലും ഈ ഖുറാൻ കെട്ടിച്ചമയ്ക്കപ്പെടാവുന്നതല്ല. പ്രസ്തുത അതിന്റെ മുമ്പുള്ള ദിവ്യ സന്ദേശത്തെ സത്യപ്പെടുത്തുന്നതും ദൈവിക പ്രമാണത്തിന്റെ വിശദീകരണമത്രേ അത്. അതിൽ യാതൊരു സംശയവുമില്ല. ലോകരക്ഷിതാവിങ്കൽ നിന്നുള്ളതാണ്. അതായത് ഇത് അള്ളാഹുവിന് മാത്രമേ ഇത് കെട്ടിച്ചമയ്ക്കാൻ ഒക്കത്തുള്ളൂ, വേറെ ആർക്കും സാധ്യമല്ല. ഓക്കെ, പറഞ്ഞോളൂ. ചിരിച്ചോട്ടെ. അതായത് അള്ളാഹു അല്ലാതെ വേറെ ആർക്കും ഇത് കെട്ടിച്ചമയ്ക്കാൻ പറ്റിയല്ല. ഇത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ ഒന്നുകൂടെ വായിച്ചേ അച്ചമ്പ്ര. നല്ല ആയത്താണ് കേട്ടോ. അച്ചമ്പ്ര 1-2 പ്രാവശ്യം വായിക്കും അച്ചമ്പ്ര. അല്ല, ആരും വായിക്കാം കേൾക്കട്ടെ. വായിക്കാം. അതായത് എന്റെ അടുത്ത് അച്ചക്കുഞ്ഞെ ഒരു മിനിറ്റ്, അല്ലല്ല, ഞാനിതൊരു കത്തോലിക്കന്റെ ഒരു പ്രായത്തിന് ചാബല്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ വിട്ടുകളയുന്നു. ഓക്കെ അല്ല, ഓക്കെ ഓക്കെ ഓക്കെ. ഞാന് എന്താന്ന് ഇസ്മായിൽ അല്ല മൈക്ക് വലിയവനാണ്. അല്ലല്ല, കത്തോലിക്ക ബ്രദറെ, മൈക്ക് ഓഫ് ചെയ്യുന്നതിന് കാരണമുണ്ട്. എന്റെ അടുത്ത് കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ പ്രിയ കൂട്ടുകാരൻ ഇസ്മായിലിനോട്, ഞാൻ ഇത് പഠിക്കുന്നതില് അല്ല ഈ റൂമിൽ മുഹമ്മദിനെ കുറിച്ച് പറയുന്നതും വായിക്കുന്നതും ഒരു 10 തെറ്റുണ്ടോ എന്ന് പ്രാവശ്യം ചോദിച്ചപ്പോൾ അച്ചക്കുഞ്ഞെ കാര്യത്തിലേക്ക് വാ കേട്ട് 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 മടുത്തു. വരാം വരാം കാര്യത്തിലേക്ക് വാ. ഞങ്ങള് പതുക്കെ വരുള്ളൂ. ഞങ്ങള് പതുക്കെ വരുള്ളൂ ഇസ്മായിലെ. അപ്പൊ അച്ചമ്പ്ര പറഞ്ഞോ, കഥ എന്റെ മുഴുവൻ അടുത്ത് പറഞ്ഞോ. അപ്പൊ പറഞ്ഞിട്ടാണ്. ഞാൻ അച്ചമ്പ്ര പേടിച്ചോടുന്നു. കഥ മുഴുവൻ പറ. ഞാൻ പേടിച്ചോടുന്നു. ഇല്ല ഓടരുത് ഓടരുത്, അയ്യോ പോകരുത് ഇസ്മായിലെ. ഓടരുത്, അയ്യോ ഞാൻ അച്ഛാ വായിക്കാം. അതിന്റെ പോകല്ലേ. കാര്യം പറ. അയ്യോ അച്ഛാ കേട്ടത് പോകല്ലേ. കേട്ടിട്ട് താല്പര്യമില്ല. അയ്യോ അച്ഛാ പോകല്ലേ. അല്ല, ഞാൻ വായിക്കുന്നു. ഓക്കെ, അത് വായിച്ച ഞാൻ പോകും അച്ചക്കുഞ്ഞെ, ഞാൻ പേടിച്ചു പോകും. വായിക്കേ അച്ചമ്പ്ര. ഞാൻ വായിച്ചോട്ടെ. വായിക്ക് അത് ഓക്കെ അള്ളാഹുവിന് വായിക്ക്. പുറമെ അള്ളാഹുവിന് പുറമെ ആരാലും ഈ ഖുറാൻ കെട്ടിച്ചമയ്ക്കപ്പെടുന്നതല്ല. ഞാൻ അത് പറയുന്നില്ല, നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. പ്രസ്തുത അതിന്റെ മുമ്പുള്ള ദിവ്യ സന്ദേശത്തെ സത്യപ്പെടുത്തുന്നതും ദൈവിക പ്രമാണത്തിന്റെ വിശദീകരണവും അത്രേ അത്. അതിൽ യാതൊരു സംശയവുമില്ല, ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണ്. അച്ചമ്പ്ര ഇവിടെ ഹല്ലേലൂയ. അച്ചമ്പ്ര നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് 2-3 നല്ല പിന്നെ അരി വറുത്ത നല്ല ഒന്നാന്തര പോയിന്റുകൾ. ഒന്നാമത് ഇത് അള്ളാഹു കെട്ടിച്ചമച്ചതാണ്. ഇത് അറസിന് കീഴൊന്നുമല്ല, അള്ളാഹു കെട്ടിച്ചമച്ചതാണ്. അള്ളാഹുവിനല്ലാതെ ഇത് മറ്റാർക്കും കെട്ടിച്ചമയ്ക്കാവുന്നതല്ല. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, ഇത് മുൻവേദങ്ങളെ സത്യപ്പെടുത്തുന്നതാണ്. അള്ളാഹു ഇത് 30-ലധികം പ്രാവശ്യം ഖുറാനിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പോയിന്റാണ്. പൂർവ്വവേദങ്ങളെ ശരിവെച്ചുകൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ട് ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഖുറാൻ അവതരിച്ചു. അപ്പൊ ഇങ്ങനെ പറയണമെങ്കിൽ എന്റെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഏതാണോ ശരിവെച്ചുകൊണ്ട് ഇറങ്ങണമെങ്കിൽ അത് ശരിയാണല്ലോ.
അപ്പൊ ഇസ്മായിൽ പള്ളിപ്പുറത്തിനെ പോലുള്ള ആൾക്കാർ ഇവിടെ വന്നോട്ട് പറയുകയാണ് ഇത് ബൈബിൾ ശരിയല്ല, ബൈബിൾ തിരുത്തപ്പെട്ടതാണ്. എന്നാൽ തിരുത്തപ്പെടാത്ത ഏത് ഗ്രന്ഥം ഉള്ളതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ഈ അല്ല അള്ളാഹു കത്തോലിക്ക, എഴുതിയിട്ട് ഞാനത് പറഞ്ഞോ കത്തോലിക്ക? ഞാൻ പറയാത്ത ഞാൻ പറഞ്ഞോ എപ്പോഴെങ്കിലും ബൈബിൾ തിരുത്തപ്പെട്ടു ഞാൻ പറഞ്ഞോ? എന്നെ പറ്റി പറയാത്ത കാര്യം പറയരുത്. ബൈബിൾ അല്ല സോറി, എനിക്ക് ആ വാദം ഇല്ല. അല്ല ഒരു കാര്യം, ബൈബിൾ തിരുത്തപ്പെട്ടു എന്നുള്ള വാദം ഇസ്മായിലിന് ഇല്ല ഇല്ല. ഇല്ല ഒന്നുമില്ല, ഇല്ല ഇല്ല, ഒന്നുമില്ല. അത് ഞാൻ ഒരിക്കലും ഇസ്മായിൽ പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഇസ്മായിൽ ആ ഓക്കെ ഇസ്മായിൽ ഓക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇസ്മായിൽ നമ്മൾ എവിടെ പ്രശ്നം പറഞ്ഞു? തർക്കം എവിടെ ചെയ്യാൻ പറഞ്ഞു? പറഞ്ഞിട്ടില്ല. തെളിവ് കൊണ്ടുപോവാ. ബൈബിൾ ഞാൻ പറഞ്ഞ തെളിവ് കൊണ്ടുപോവാ. അല്ലല്ല, അത് പറയട്ടെ, എന്താണ് പറഞ്ഞെന്നുള്ളത് പറയാം. ഇതിൽ ദൈവിക വചനങ്ങളും ഉണ്ട്, മറ്റുള്ളവരെ എഴുതിയ വചനങ്ങളും ഉണ്ടെന്ന് പല പ്രാവശ്യം എപ്പോഴും പറയുന്നതാണ് ഇസ്മായിൽ. ഇതിൽ പലതും ഉണ്ടെന്ന്, ദൈവിക വചനങ്ങളും ഉണ്ട്, മറ്റുള്ള വചനങ്ങളും ഉണ്ടെന്ന്. എന്നുവെച്ചാൽ മറ്റുള്ള വചനം എന്ന് പറഞ്ഞാല് കൈകടത്തിയതല്ലേ. അപ്പൊ ഈ അള്ളാഹു പറഞ്ഞു പറഞ്ഞില്ല. പറഞ്ഞോളൂ, ഇനി നിങ്ങൾ അച്ഛൻ ചർച്ച പറഞ്ഞു നടക്കട്ടെ. അതിന്റെ അച്ചക്കുഞ്ഞ ഈ ബൈബിൾ തിരുത്തി എന്ന് പറയപ്പെടുന്നതിന്റെ വിവക്ഷ അങ്ങനെയാണോ? എങ്ങനെയാണ് പറയൂ, ഒരു എങ്ങനെയാണ് ഇസ്മായിൽ പറയൂ. അതായത് ബൈബിളിന് ഒരു മൂലഗ്രന്ഥമുണ്ട് കൃത്യമായിട്ടുള്ള. ആ മൂലഗ്രന്ഥത്തിൽ പിന്നീട് ആരെങ്കിലും കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നതിനെയാണ് ബൈബിൾ തിരുത്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിലെ കാര്യങ്ങൾ മാറ്റത്തിരുത്തൽ ആ, വരുത്തി എന്ന് പറയുന്നതിനെയാണ് ബൈബിൾ തിരുത്തി എന്ന് പറയുന്നത്. അതാരാണ് ചേർത്തത്? അതാരാണ് ഇല്ല, ചേർത്തത്? എപ്പോ ചേർത്തു? എന്തിന് ചേർത്തു? എനിക്കതിന് പറയൂ. വാദമില്ലെന്ന്. എനിക്കതിന് വാദമില്ല. ബൈബിളിൽ അങ്ങനെ ആരെങ്കിലും കൂട്ടിച്ചേർത്തു എന്നുള്ള ആ വാദം ഓക്കെ ഓക്കെ എനിക്കില്ലെന്ന്. ഓക്കെ ഓക്കെ. അപ്പോ അച്ഛൻ പറഞ്ഞ ഇസ്മായിലിന്റെ വാദമില്ല. അപ്പൊ ഇസ്മായിലിന്റെ അടുത്ത് ആ വാദം നമ്മൾ എടുക്കണ്ട. അപ്പൊ ഈ അല്ലല്ല, ഒരു ആയത്ത് സെക്കൻഡ്, അള്ളാഹു അല്ല ഒരു സെക്കൻഡ്, എനിക്കൊരു ആ സൗണ്ട് ഒന്ന് കേൾപ്പിക്കണം, അതായത് സ്ഥിരപ്പെടുത്തിയത്. ഓക്കെ ഇനി ഓക്കെ സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ സ്ഥിരപ്പെടുത്തി. അപ്പൊ നമ്മുടെ ചോദ്യം അതല്ല, ഇവിടെ 3 പോയിന്റ് അള്ളാഹു പറയുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ അറസിനടിയില് ലോക സൃഷ്ടിക്ക് 50,000 കൊല്ലം മുമ്പ് എഴുതി വെച്ചിരുന്ന സാധനമാണ് ഈ പറയുന്നത്. ഇതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. ഇതിന് ഖുർആൻ 4:82 വായിച്ചു. ഇതൊന്നുകൂടെ വായിച്ചേ അച്ഛൻ ബ്രോ. ഖുർആന്റെ 4:82 വായിക്കണം. അതൊന്ന് വായിച്ചു എന്റെ കേൾപ്പിച്ചു. കഥയ്ക്ക് ഞാൻ പോകണ്ട, നിങ്ങൾ വായിക്കാൻ എനിക്ക് സമയം. ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് കയറിയതാ. അയ്യോ അച്ഛ പോകല്ലേ, അയ്യോ അച്ഛ പോകല്ലേ, അയ്യോ അച്ഛ അയ്യോ, പോകല്ലേ. കുറച്ച് തിരക്കാണല്ലോ അച്ചക്കുഞ്ഞെ. ഇല്ലില്ല, ഇസ്മായിൽ ഭായി പോകല്ലേ. എ- എ- എടുക്കട്ടെ 4:82 4:82 വായിക്കാം. സമയം ഒമ്പതായി ഓക്കെ. ഒമ്പതായി. സോറി, നമുക്ക് ഇന്ന് ഞാൻ ഇടയ്ക്ക് കയറാം, അല്ലെങ്കിൽ വൈകിട്ട് കാണാം. ഓക്കെ. ആ ഓക്കെ. നമുക്ക് വായിക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. വായിച്ചോ. നമ്മള് ഓ, വായിക്കാൻ പറഞ്ഞാൽ വായിക്കണം. ആ, ഇസ്മായിൽ പോയ പൊക്കട്ടെ. അതെ, അതെ. ഇസ്മായിൽ പോയാൽ ഇസ്മായിലൊക്കെ വലിയവൻ വരും. ഇപ്പൊ താഴെ ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ. ആരാ ഇരിക്കുന്നത് താഴെ? വലിയ ആ, ആരും ഇല്ലേ താഴെ? അപ്പൊ അതെ. 4:82 പോണാൽ പോകട്ടും പോടാ, അതെ. ഒരു 4:82 പാട്ടുണ്ട്, വായിച്ചേ. പോണാൽ പോകട്ടും. അത് വായിക്കാം. അതിന് മുന്നേ ഒരു പാട്ടിന്റെ ഒരു 4:82. ഈരടി ഞാൻ പറയാം. ആ പോണാൽ പോകട്ടും പോടാ. അപ്പൊ നമ്മുടെ പോട്ടെ. ഇസ്മായിൽ പോയി കഴിഞ്ഞാല് പോട്ടെ, പിന്നെ വരുമ്പം വരട്ടെ. അതെ അതെ. ഓക്കെ. അടുത്തത് 4:82. അവർ ഖുറാനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. ആ അതെ, അപ്പൊ ഇവിടെ ഒരു കാര്യം ഇത്രയുള്ളൂ. നമുക്ക് മനസ്സിലായി അച്ചമ്പ്രോ. ഇവിടെ ഒരു കാര്യം ആ, നമുക്ക് മനസ്സിലായി. ഇതിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ ഇത് അള്ളാഹു എഴുതിയതല്ല, അള്ളാഹുവിന്റെ അല്ല, അത് ഇസ്മായിലിന്റെ അല്ല, വേറെ ഇസ്മായിലിന്റെ പോലെ ആരുടെ വകയാണ്. ശരിയല്ലേ? അതെ, ശരിയല്ലേ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും. ആദ്യം വായിച്ച ആയത്ത് അള്ളാഹു അല്ലാതെ വേറെ ആർക്കും ഇത് കെട്ടിച്ചമയ്ക്കാവുന്നതല്ല. അതിനകത്ത് ഒരു ബ്രാക്കറ്റും ഉണ്ട്. ഈ ബ്രാക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് ആരോ കൈ കടത്തി. ശരിയല്ലേ? ബ്രാക്കറ്റ് തീർച്ചയായിട്ടും. കൈ കടത്തിയതല്ലേ? ആണ്. അല്ലേ? അല്ല, അത് ആ തന്നെ പറയുന്ന അള്ളാഹു അല്ലാതെ, അത് ആ വ്യക്തമായിട്ട്. ആ വേറെ ആർക്കും കെട്ടിച്ചമയ്ക്കാവുന്നതല്ല ഈ ഗ്രന്ഥം. ഓക്കെ. രണ്ടാമത്തെ അച്ഛാ കാര്യം അള്ളാഹു പറഞ്ഞതാണ് ആയത്തൊന്നൂടെ പറഞ്ഞാട്ട് 10:37. അത് മറക്കല്ലേ. ഇത് ബോംബാണ്, ബോംബ്. ഖുറാനിലെ ഒരു ബോംബാണ്. ആയത്ത് മറന്നേക്കല്ലേ താഴെ ഇരിക്കുന്നവര്. പ്രൊഫസർമാരൊക്കെ എഴുതി വെക്കണം. 10:37. അപ്പോ പിന്നെ രണ്ടാമത് പറയാണ് ഈ പൂർവ്വവേദങ്ങളെ സത്യപ്പെടുത്തുന്നതാണ് ഇത്. അള്ളാഹു ഉറപ്പിച്ചു. അപ്പൊ ഇസ്മായിൽ ഉറപ്പിച്ചു, സത്യപ്പെടുത്തി. ശരിയല്ല അച്ചപ്രോ? തീർച്ചയായിട്ടും. അത് അവിടെ ഇനി പറഞ്ഞല്ലോ, എനിക്ക് യാതൊരു ആ സംശയമില്ലെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റാണ്. ആയത്തൊന്നൂടെ വായിച്ചേ. മൂന്നാമത്തെ പോയിന്റ് അള്ളാനെ ദോഷം മറിച്ചു പോലെ മറിച്ചിടുന്ന പോയിന്റാ. അടുത്തത് വായിച്ചേ.
വായിക്കാം, ഒരു 10-ന്റെ സെക്കൻഡ്. 37. ആ 10:37. അതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 10:37. അള്ളാഹുവിന് പുറമെ, അതായത് ബ്രാക്കറ്റിലാണ്, മറ്റാരാലും എന്നുവെച്ചാൽ മറ്റൊരാൾക്കും, അങ്ങനെയാണ് അതിന്റെ ഇത്. അപ്പം ഈ ഖുർആൻ കെട്ടിച്ചമയ്ക്കപ്പെടുന്നതല്ല, പെടാവുന്നതല്ല. മറ്റൊരാളെ കൊണ്ട് ഇതുപോലെ കെട്ടിച്ചമയ്ക്കാൻ ഒക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ അല്ല അല്ല, അതിന്റെ ഒരു സെക്കൻഡ്. ഈ കാര്യത്തിൽ അച്ഛൻ ബ്രദറിനോ താഴെ ഇരിക്കുന്ന ബിജു ബ്രദറിനോ മാമൻ ബ്രോ ആർക്കെങ്കിലും ഒരു തർക്കമുണ്ടോ? അല്ലാഹു അല്ലാതെ വേറെ ആരും ഇത് കെട്ടിച്ചമയ്ക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് വല്ല തർക്കമുണ്ടോ? ഉള്ളവരിപ്പൊ പറഞ്ഞോണോ? എനിക്കൊരു തർക്കമില്ല, ഇല്ല എനിക്കൊരു ഇല്ല ഇല്ല തർക്കമില്ല. ഏതെങ്കിലും ആൾക്കാർക്ക് തർക്കമുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തു വന്നോണം, പറഞ്ഞോണം. ഇതുപോലൊരെണ്ണത്തെ കെട്ടിച്ചമയ്ക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അപ്പൊ അച്ഛൻ ബ്രോ ഞാൻ ഉറപ്പായിട്ട് പറയാം. തൂക്കിന് മറ്റേ സാധനം ഒന്നുകൂടെ അടിച്ചേ, നമുക്ക് ഉറപ്പിക്കാം. മറ്റേ സാധനം ഒന്നുകൂടെ അടിച്ചേ. ഒരു സെക്കൻഡ്, അത് ഞാൻ ഒന്ന് എടുക്കട്ടെ. അത് ഉറപ്പിക്കുന്നതാണ് ഈ സൗണ്ട് കേട്ടോ. സംഭവം ഉറപ്പിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം വായിച്ചേ. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു, രണ്ടാമത്തെ കാര്യം ഉറപ്പിച്ചു. രണ്ടാമത്തത് അവർ വായിച്ചോ. അതിന്റെ ബാക്കി വായിക്കാൻ, അതിന്റെ ബാക്കിയല്ല. ഓക്കെ, ഒരു സെക്കൻഡ്. അതിന്റെ ബാക്കി ഒന്നല്ല. പ്രസ്തുത അതിന്റെ മുമ്പുള്ള ദിവ്യ സന്ദേശത്തെ സത്യപ്പെടുത്തുന്നതും ദൈവിക പ്രമാണത്തിന്റെ വിശദീകരണവും അത്രേ. അതിൽ ആദ്യത്തേത് മാത്രം നമുക്ക് അത് രണ്ടായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തേത്, അതായത് ദിവ്യ സന്ദേശങ്ങളെ സത്യപ്പെടുത്തുന്നതാണ്. അതാണ് നമ്മുടെ കാര്യമായ പോയിന്റ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇതിനു മുമ്പിൽ ഇറക്കിയ സകല പ്രമാണങ്ങളും സത്യപ്പെടുത്തുന്നതാണ് ഇതെന്നുള്ള അള്ളാഹു പറഞ്ഞു. ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അള്ളാഹു ഇറക്കിയ പിന്നെ മറ്റേ തൗറാത്തും സബൂറും ഇഞ്ചിയിലും എല്ലാം സത്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഇത് ഇറക്കിയത്. ശരിയാണെങ്കിൽ നമ്മുടെ മറ്റതൊന്നുകൂടെ കൂക്കിക്കേ. ഒരു മിനിറ്റ്, അത് ഞാൻ എടുത്തിട്ട് വരണം. അത് ഉറപ്പിക്കണം. അത് ഞാൻ ഉറപ്പിക്കാൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. അല്ലല്ല, ഉറപ്പിക്കാതെ മുന്നോട്ട് പോകത്തില്ല. ഉറപ്പിക്കാതെ മുന്നോട്ടില്ല. അപ്പൊ അത് ഉറപ്പിച്ചു. ഇപ്പൊ രണ്ട് കാര്യമാണ് നമ്മൾ ഉറപ്പിച്ചത്. നാസർ കേട്ടോട്ടെ, രണ്ട് കാര്യമാണ് നമ്മൾ ഉറപ്പിച്ചത്. ഒന്ന്, പിന്നെ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും ഇത് കെട്ടിച്ചമയ്ക്കാൻ പറ്റുകയില്ല. അത് നമ്മൾ ഉറപ്പിച്ചു. രണ്ടാമത്തെ പോയിന്റ്, പൂർവ്വവേദങ്ങള് അല്ലെ ദിവ്യ സന്ദേശങ്ങള് സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ പിന്നെ ഈ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. ആ കാര്യവും നമ്മൾ സമ്മതിച്ചു. അതിനും നമ്മൾ സ്വീകരിച്ചു, സത്യപ്പെടുത്തി. ഇനി മൂന്നാമത്താണ് ഏറ്റവും വലിയ പോയിന്റ്. പൂർവ്വവേദങ്ങളുടെ വിശദീകരണമാണിത്. ഒന്നുകൂടെ വായിച്ചാ ചമ്പ്രോ, എനിക്ക് സംശയമുണ്ടോ, എനിക്ക് തെറ്റിപ്പോയെന്ന് നോക്കട്ടെ. ദൈവിക പ്രമാണത്തിന്റെ വിശദീകരണവും അത്രേ അത്. അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ, പിന്നെ സബൂറ്, ഇഞ്ചീല് ഇതെല്ലാം സ്ഥിരപ്പെടുത്തി. ഇനി അത് മാത്രമല്ല, ഇതിന്റെ വിശദീകരണവുമാണ് നമ്മുടെ ഈ പുസ്തകം. ഈ കാര്യം നമ്മൾ ഉറപ്പിക്കുകയാണ്. അടി മിസില് ഉറപ്പിച്ചു. ഒരു സെക്കൻഡ്, അതൊന്ന് ഉറപ്പിക്കട്ടെ. അതിന് ആൾക്കാർ വിചാരിക്കും ചിലപ്പോ അത് ഉറച്ചിട്ടില്ലെന്ന്. ഇപ്പൊ ഇവിടെ ഈ മൂന്ന് കാര്യം ഉറപ്പിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം മാത്രമാണ് ഞാനിപ്പോ ഇസ്മായിലോട് ചോദിച്ചത്. ഇതേ ചോദ്യം നമുക്ക് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോവാം. അതായത് ബൈബിള് വായിച്ചാൽ അതിന് തുമ്പും പാലും ഉണ്ട്. കാരണം അതിന്റെ ഉത്തരം കിട്ടും. എവിടുന്നാണ്, എന്താണ്, ആരാണ്, ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഈ നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായം മുതൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഈ നോഹയുടെ ജീവചരിത്രം കാണാം. നോഹ എത്ര കാലം ജീവിച്ചെന്നും അതിന്റെ കാര്യങ്ങളെല്ലാം, നോഹയുടെ കുടുംബത്തെ സംബന്ധിച്ച കാര്യങ്ങള്, ആ നോഹയുടെ ദൈവം ഇടപെട്ട കാര്യങ്ങള്, ഇതെല്ലാം നമുക്ക് കാണാം. അതായത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം മുതൽ നമുക്കിത് കാണാം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ നമ്മൾ കാണുന്നത് ഈ പോയിന്റ് അറിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത പോയിന്റിലേക്ക്, ഖുറാനിലേക്ക്, ഇതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കാൻ. അതായത് അല്ല, നമുക്ക്
കത്തോലിക്ക ഏ ബ്രദറെ നമ്മുടെ ആള് വന്നിട്ടുണ്ട്. വിശദീകരണത്തിൽ കിടക്കുന്ന അവരെ കൂടി ചോദിച്ചുകൊണ്ട് കിടക്കുന്നതല്ലേ നല്ലത്. ആ എന്നാ നമ്മള് നമുക്കൊന്ന് നാസർ ചോദിക്കാം. ആ എന്നാ നാസറിനോട് ചോദിക്കാം. നമ്മളെ നാസറിനോട് ഖുർആനൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. നാസറിനോട് ഞാൻ രണ്ട് ചോദ്യം ചോദിച്ചോ. വിഷയം കലക്കിക്കളയല്ലേ, ഞങ്ങളുടെ വിഷയം കലക്കിക്കളയല്ലേ. അല്ല, ആ വിഷയം വിഷയം മാറ്റല്ലേ. സംസാരിക്കാൻ പറ്റിയ ആളല്ല നാസർ.